ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി കൂടി കടന്നു വന്നിട്ടുണ്ട്. അവർ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ഹീല് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അവരുടെ മനസ്സിൽ തട്ടിയ മുറിവും നിങ്ങളുടെ മനസ്സിൽ തട്ടിയ മുറിവും രണ്ടും ഉണക്കിയതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് വേണം. എല്ലാം അവസാനിപ്പിച്ച് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ടും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, അവരിപ്പോൾ ഒരുപാട് വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഒരുപാട് ടോക്സിക് ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഭാഗത്തും അവരുടെ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവരൊരുപാട് വേദനിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് അവരിപ്പോഴും ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് പോലും അവരുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. അവർക്കൊരിക്കലും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഓക്കെ, 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭാരങ്ങളാണ് ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അനുഭവിക്കുന്നത്. ഓക്കെ, അതൊരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും അവർ തെറ്റുകുറ്റങ്ങൾ, ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു തോൽവി, നിങ്ങളെ തോൽപ്പിച്ചു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തോൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തെ തോൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ തോൽവി ജയം ഇവിടെ നടന്നതിൻ്റെ പേരിൽ അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളോട് ചിലപ്പം വഴക്കൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുന്നത് അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നു. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം ഫീൽ ചെയ്യുന്നത്.